പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാടും ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ, ഏകസ്ഥരായി താമസിക്കുന്നവരെ, ഒരു അഭിപ്രായമോ ഒരു തീരുമാനം എടുക്കാൻ അഭിപ്രായം ഇല്ലാത്തവരെ, അഭിപ്രായം പറയാനില്ലാത്തവരെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
അപ്പാ, സ്വർഗീയപ്പാ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ, ഹൃദയഭാരം പേറുന്നവരെ, ഉറക്കമില്ലാത്തവർ, പക്ഷരോഗികൾ, ഷുഗർ രോഗികൾ, മുട്ടുകൊഴിഞ്ഞു പോകുന്നവരെ, രോഗം മൂർച്ഛിക്കുന്നവരെ, എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ മൂർധാവ് തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ട് ഒരു ആത്മവിശ്വാസത്തോടെയുള്ള വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതത്തിന് തന്നെ പല ആൾക്കാർക്കും ആത്മവിശ്വാസമില്ല. ചിലർക്ക് ആത്മവിശ്വാസമുണ്ട്. കാര്യം ഈ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം അതിനുള്ള ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താ? നമ്മുടെ ആസ്തി ഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ്. എന്താണ് ആസ്തി ഭദ്രത എന്ന് പറയണത്? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണ്. പഴയ നിയമത്തെ ലീഡറിൻ്റെയും പുതിയ നിയമത്തെ ലീഡറിൻ്റെയും ഒരു മൗലികമായ ഒരു കോമൺ ഫാക്ടറുണ്ട്. പഴയ നിയമത്തിലെ ലീഡർ ആരാണ്? മോസസ്. പുതിയ നിയമത്തിലെ ലീഡർ ആരാണ്? പത്രോസിനോടും മോസസിനോടും ഇവർ തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്ന് അറിയാമോ? ഇവർക്ക് കുറിച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട്. അതുതന്നെയാണ് മോസസിൻ്റെയും പത്രോസിൻ്റെയും ആത്മവിശ്വാസത്തിന് ആധാരം. ആ ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ആത്മധൈര്യം നൽകിയത്. ഇപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെക്കുറിച്ച് അറിവുണ്ടാകണം, നല്ല അറിവുണ്ടാകണം ദൈവത്തിന്. ഇപ്പം മോസസിനോട് ഇപ്പം കാര്യങ്ങൾ സാധിക്കുന്നില്ലേ? പല വിഷയങ്ങളും നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം, ഒരു ഫാക്ടർ അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം പറയുന്നില്ലേ, നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം. കാരണം എന്താണ്? എനിക്ക് നിന്നെ അറിയാം. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും. പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എക്സസൈസ് കാര്യത്തിൻ്റെ അധിക കാര്യമായി ഇപ്പം. അപ്പം ഈ അധിക കാര്യമാണെങ്കിൽ പോലും ഞാൻ നിനക്ക് ചെയ്തു തരാം. കാരണം എന്താണ്? എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇപ്പം രണ്ട് കാര്യങ്ങൾ. അതായത് ദൈവത്തിന് അറിയാവുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകണതാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുന്ന കുറേ കാര്യങ്ങൾ മോസസിൻ്റെ നിലപാടിലും നയത്തിലും സമീപനത്തിലുമൊക്കെ ഉണ്ട്. അതാണ് ഇങ്ങനെ ലീഡറാക്കണതിൻ്റെ കാരണം. അപ്പം അതിൻ്റെ അകത്ത് ഒരു കാരണത്തിന് കഴിഞ്ഞാൽ ഇപ്പോൾ അബിമലേക്കും അവരുടെ യുദ്ധമില്ലേ, പുറപ്പാട് 17 യുദ്ധം. അപ്പോൾ മോസസ് പ്രാർത്ഥനയെ യുദ്ധം പോലെ തന്നെയാണ് കാണുന്നത്. ജോഷുവനെ യുദ്ധം ചെയ്യാൻ വിടുന്ന പോലെ തന്നെയാണ് മോസസ് പ്രാർത്ഥനയെ കാണുന്നത്. താഴ്വാരങ്ങളിൽ ജോഷുവ യുദ്ധം ചെയ്യുമ്പോൾ മലമുകളിൽ മോസസ് യുദ്ധം ചെയ്യും. എന്താണ്? കൈ ഉയർത്തിപ്പിടിച്ച് നിന്നാണ് യുദ്ധം ചെയ്യും. പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത ഒരാളാണ് മോസസ്. പക്ഷേ അത് എൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുകൊണ്ട് മോസസ് പറയുന്നുണ്ട് പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. പുറപ്പാട് 17:11
മോശ കരങ്ങളുയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം അപ്പൊ യുദ്ധം ചെയ്യണത് യുദ്ധമാണത്. എന്താണ്? മോസസ് യുദ്ധം ചെയ്തപ്പോഴെല്ലാം, പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എന്നുള്ള രീതിയിലാണ് പറയണത്. മോസസ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. ഇത് ജോഷുവായും ഇത് അംഗീകരിക്കുന്നുണ്ട്. കാര്യം വാളുകൊണ്ടല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യണത്, കർത്താവിൻ്റെ വചനം കൊണ്ടാണെന്ന് ഉള്ള ഈ ആശയം യുദ്ധം ചെയ്യുന്ന ആളിനുമുണ്ട്. അതുകൊണ്ടാണ് അഹ്റോനും ഹൂറും മോസസിന് ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോസസിൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കണത്. എന്തൊരു കാഴ്ചയാണെന്നറിയാവോ? നമ്മളൊരു ജന്മം പറഞ്ഞാൽ തീരത്തില്ല അതിൻ്റെ ഊർജ്ജമെന്ന്. അത്രയ്ക്ക് ഊർജ്ജസ്രോതസ്സാണ് ആ സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത് ഉടമ്പടി ധ്യാനം. ഈ ഉടമ്പടി ധ്യാനം ഓൺലൈനായിട്ട് മൊബൈലിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൻ്റെ ഉള്ളിൽ നിന്ന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുണ്ടായി, സ്വർഗീയ സുഗന്ധമുണ്ടായി. അതൊരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ സുഗന്ധം ഇല്ലായിരുന്നത്. പക്ഷേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങി, മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ തുടങ്ങി. നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വളരെ ഗൗരവമായിട്ടാണ് ദൈവം ഉടമ്പടി എടുത്തിരിക്കുന്നത്. ആൾക്കാരുടെ സാക്ഷി കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം അതുവരെ ഇങ്ങനെ സ്മെല്ലില്ലേ. ഇപ്പം സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം മുല്ലപ്പൂവിൻ്റെ പോലത്തെ സ്മെല്ലാണ്. അത് ഇപ്പോൾ ഒത്തിരി ആയിരക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യമായി. അപ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസിൻ്റെ അടയാളമാണ് അത്. ഇവിടെ മാത്രമല്ല, എവിടെ വേണമെങ്കിലും നീ ഒരു വിഷമിച്ച് നിൻ്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ അമ്മമാതാവിൻ്റെ ഭക്തനാണെന്നുണ്ടെങ്കിൽ, നീ പെട്ടുപോയൊരവസ്ഥയാണെങ്കിൽ അമ്മയിൽ ആശ്രയം വെച്ചാൽ അപ്പം തന്നെ ഈ സാന്നിധ്യം ഇങ്ങനെ വെളിപ്പെടുത്തും. നീ ഒറ്റക്കല്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് വ്യക്തതയോടുകൂടി നമുക്കത് മനസ്സിലാകുകയും ആത്മശക്തി കൊണ്ട് നമ്മൾ നിറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുമ്പോഴേ ചിലപ്പോഴും നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അച്ഛൻ പറയണത്. സാധാരണഗതിയിൽ ഞാൻ ഒരു ധ്യാനവും ആരുടെയും കേട്ട് പറയത്തില്ല, പഠിച്ചും പറയത്തില്ല. വചനം ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ട് രൂക്ഷമായിട്ടൊക്കെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചും കർത്താവിനോട് ചോദിച്ചൊക്കെ ഇരിക്കും. എന്നിട്ടും എനിക്ക് ഇവിടെ വരണത് വരെ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ഞാൻ താമസിക്കണത് അതാണ്. ഞാൻ ഈശോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു ക്ലൂ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കയറും. അതാണ് 1 മണിക്കൂർ ഇന്ന് താമസിച്ചത്. അവിടെ ഇരുന്ന് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാക്ഷ്യം ഏതാണ്? നമുക്ക് വേണമെങ്കിൽ എന്തും പറയാം. ഈശോ ഉദ്ദേശിക്കുന്ന സാക്ഷ്യം ഏതാണ്? ഇപ്പം തന്നെ ഇപ്പം മാറിയില്ലേ? ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്ത സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണത്? ഉടമ്പടി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഉടമ്പടി വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇപ്പോൾ ഉടമ്പടിയുടെ എല്ലാ ഭാഗങ്ങളും അങ്ങനെയാണ്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഉടമ്പടി തൈലമായാലും അതുപോലെ തന്നെ ഉടമ്പടി വചനമായാലും പിന്നെ നമ്മൾ ഉടമ്പടിയോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമായാലും എല്ലാത്തിലും ടച്ച് ഓഫ് ഗോഡ് ഉണ്ട്, ദൈവത്തിൻ്റെ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവേഷൻ പ്രിൻസിപ്പിളാണ്. അതായത് നമ്മളതിൻ്റെ അകത്ത് സന്നിഹിതരാണ്. ഇപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ സാന്നിധ്യം നൽകുന്നതാണ്. പക്ഷെ അത് അനുഭവിക്കണ ആർക്കാണ്? നിങ്ങൾ തന്നെ അവിടെ സന്നിഹിതമാണെങ്കിൽ മാത്രമേ അത് ആ സാന്നിധ്യം നമുക്ക് പേഴ്സണലായിട്ട് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തന്നെ അതിന് സന്നിഹിതനാകണമെന്ന് പറയണത് എന്താണ്? ഇപ്പോൾ ചിലരൊക്കെ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ വിരലൊക്കെ നക്കണത് കാണാം. എന്താ കാര്യം? അത് ഈശോയുടെ ഒരു തരി അതിൽ വിരലിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വേസ്റ്റായി താഴെ വീണ്ടും പോകരുതെന്നുള്ള. അപ്പോൾ ആ വ്യക്തി അതിൽ പ്രസൻസാണ്, ഈശോയുടെ പ്രസൻസാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു പ്രസൻസ് അവിടെ വേണം. പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഈ ആത്മീയതയുടെ എല്ലാം അങ്ങനെയാണ്. നമ്മൾ പ്രസൻ്റ് അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല.
അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം അതിൽ പ്രസൻ്റാണ്. പക്ഷേ ഇഫ് യു വോണ്ട് ടു ഫീൽ ഇറ്റ് വി മസ്റ്റ് പ്രസൻറ്റ് ദെയർ. ദൈവം അവിടെ പ്രസൻ്റാണ്. ഉടമ്പടിയിലായാലും പരിശുദ്ധ കുർബാനയിലായാലും നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളിലായാലും വചനം കേൾക്കുന്ന സമയമായാലും ഗോഡ് ഈസ് പ്രസൻറ്റ് ദെയർ. കാര്യം എന്താണ്? ദൈവം അതിലൊരു കക്ഷിയാണല്ലോ. വേറെ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം കക്ഷിയല്ല. ഉടമ്പടിക്ക് ദൈവം ഒരു കക്ഷിയാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ഫാക്ട് ബൈ നോ മീൻസ് ഗോഡ് ഈസ് പ്രസൻറ്റ് ദെയർ. ദൈവം അവിടെ പ്രസൻ്റാണ്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് വി ആർ നോട്ട് പ്രസൻറ്റ് ദെയർ സംടൈംസ്. നമ്മളവിടെ പ്രസൻ്റ് അല്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പലയിടത്തായിരിക്കും അല്ലേ? പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീറ്റിൻ്റെ പരീക്ഷയാണ്, എൻ്റെ മകൾ എന്ത് വരുമായിരിക്കും ആവും ഒക്കെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അടുത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. യു ആർ നോട്ട് പ്രസൻറ്റ് ദെയർ. അതല്ലേ പ്രശ്നം. നിങ്ങളെവിടെയാണ് പ്രസൻറ്റ്? മകളുടെ എക്സാം ഹോളിലാണ് നിങ്ങൾ പ്രസൻ്റ് ആയിരിക്കുന്നത്. മകൾ നീറ്റ് പരീക്ഷ എഴുതിയിരിക്കുന്ന എക്സാം ഹോളിലാണ് നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ. സോ യു ആർ നോട്ട് പ്രസൻറ്റ് ദെയർ. ഇത് പ്രസൻസ് ഒരു പ്രോബ്ലമാണ്. നമ്മളവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഉണ്ടായിരിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, അങ്ങുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഉടമ്പടിയുടെ പ്രഖ്യാപിത സ്വഭാവം പോലെ ദൈവ സാന്നിധ്യം പോലെ ഞാനും അതിലെ മനസ്സുകൊണ്ട് സാന്നിധ്യം വഹിക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. പിന്നെ ഉടമ്പടിയുടെ എക്സിക്യൂഷനില്ലേ, അതിൻ്റെ പ്രയോഗവിധികളിൽ നല്ല ശരിക്ക് ഭക്തി ഉണ്ടാകണം. മനസ്സിലായില്ലേ? നമ്മളൊരു ടെക്നിക്കലായിട്ട് ഒരു എന്താണ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയല്ലേ, അങ്ങനെ ചെയ്യരുത്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ. അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തോടല്ലേ നമ്മൾ, ഈശോനോടല്ലേ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. നമ്മൾ ഉടമ്പടി തൈലം തേക്കുമ്പോഴും അതുപോലെ തന്നെ പത്രം കൊടുക്കുമ്പോഴും കർത്താവിനെ അറിയാത്തത് അറിയിക്കുമ്പോഴും അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോഴും രോഗികളെ കാണുമ്പോഴും ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുമ്പോഴും ഒക്കെ പ്രെയർ ചെയ്തുകൊണ്ട് പോകണം. അല്ലാതെ വേറെ നിങ്ങൾ സിനിമ കഥയും പറഞ്ഞു പോകരുത്. ഇതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ ആ സമയത്ത് ശരിക്കും ഫീൽ ചെയ്യണം. നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവർക്ക് എന്തുകൊണ്ടാണ് ഈശോനെ ഫീൽ ചെയ്തത്? ഈശോയുടെ കൂടെ നടന്നത് എന്താണ്? അവർ ഈശോനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം 24:13-14. ആ ദിവസം തന്നെ എന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഈശോനെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരുന്നോ? നിങ്ങളുടെ വഴിയാത്രയിൽ, അതായത് ഈ വചനം വായിക്കുക. ഇപ്പോൾ വചനം വായിക്കുമ്പോഴാണെങ്കിൽ പോലും ഇപ്പോൾ ഫിലിപ്പോസ് അപ്പോസ്തലൻ ആ എത്യോപ്യക്കാരൻ ഷണ്ടൻ്റെ രഥത്തിനരികിലൂടെ നടക്കുക അല്ലേ? എത്യോപ്യക്കാരൻ ആരാണ്? ഫൈനാൻസ് മിനിസ്റ്ററാണ്. എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയാണ്. അയാളകത്തിരുന്ന് വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് അത് കണ്ടു. ഉടനെ ഫിലിപ്പോസ് ക്രൈസുള്ള ആളാണ് ക്രിസ്തുവിനെക്കുറിച്ച്. അതുകൊണ്ട് അടുത്ത് പോയിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് എപ്പോഴെങ്കിലും പറയാനൊരു ചാൻസ് കിട്ടിയാൽ ആ ചാൻസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഫിലിപ്പോസ് ആ രഥത്തിൻ്റെ ഒപ്പം നടന്നത്. രഥം കുതിര വണ്ടിയാണ്, പക്ഷെ അത് സ്പീഡിലാണ് പോകണമെങ്കിലും ഇതിനെ അണച്ചണച്ച് ഈ ഫിലിപ്പോസിൻ്റെ ഒപ്പം ഓടുകയാണ്. എന്താണ്? കർത്താവിന് വേണ്ടി വചനം എത്യോപ്യക്കാരന് പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് ഫെർവർ, ഇതാണ് മിഷൻ ഫെർവർ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എത്യോപ്യക്കാരന് കർത്താവിന്റെ വചനം പങ്കുവെച്ചു കൊടുക്കാൻ കുതിര പൂട്ടിയ രഥത്തിലൂടെ അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ സഞ്ചാരത്തിന് ഒപ്പം നിന്നുകൊണ്ട് ഓടി കർത്താവിന്റെ വചനം
ദൈവത്തിന്റെ വചനം കൈമാറാൻ കാണിച്ച അപ്പോസ്തല ശക്തിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പോസ്തല പ്രവർത്തനം 8:26 മുതലേ വായിച്ചോളൂ. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിൽ എത്തുക. അത് ഒരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യേശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അതായത് രഥത്തോട് ചേർന്ന് നടക്കാൻ വേണ്ടി ഫിലിപ്പോസിനെ ആത്മാവ് പ്രേരിപ്പിക്കാം. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അവകാശവും അതേസമയം തന്നെ അടയാളവും ഈ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ്. ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഇപ്പം ഞാൻ ഇന്നലെ നീറ്റ് പരീക്ഷയ്ക്കുള്ള 200 കുട്ടികളെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും നെറ്റിയിൽ സൈത്ത് പൂശി കൊടുത്തു, എല്ലാവരുടെയും. അല്ലാതെ കോമണായിട്ടല്ല, ഈച്ച് ആൻഡ് എവരി പേഴ്സൻ്റെ നെറ്റിയിൽ സൈത്ത് പൂശി, ബുദ്ധിയിലും പൂശി, ഓർമ്മശക്തിയിലും പൂശി. എന്നിട്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു. എന്താ കാര്യം? ഇമ്മീഡിയറ്റ് മെമ്മറി എന്നൊരു സംഭവമുണ്ട്. നമുക്ക് ലോക്കൽ മെമ്മറി ഉണ്ട് പഠിക്കുന്നവർക്ക്, അല്ലേ? നമുക്ക് പാഠപുസ്തകത്തെ കാണുന്ന അടയാളങ്ങൾ ലോക്കൽ മെമ്മറിയാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് മെമ്മറിയെ അഡ്രസ്സ് ചെയ്യാൻ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ ആരും അഡ്രസ്സ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ്. കാര്യം എൻ്റെ സഹപ്രവർത്തകൻ വിജയകുമാർ സി ബി ഐയുടെ ഒരു കേസിൽ പെട്ടിട്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തൽക്ഷണ മെമ്മറി കൊടുത്തു. എന്താണ്? ഒരു കെട്ടുപയൻ്റെ ഉള്ളിൽ നിന്ന് ആ പണ്ട് ഇദ്ദേഹത്തിന് എതിർ കക്ഷി കൊടുത്തിരുന്ന അന്യായത്തിനെതിരെയുള്ള ഒരു ഡേറ്റിൻ്റെ പേപ്പർ ഈ ഫയലിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ CBI ഉദ്യോഗസ്ഥൻ ബാത്റൂമിൽ പോയ സമയത്ത് പെട്ടെന്ന് തൽക്ഷണ മെമ്മറി കൊടുത്തിട്ട് ഈ ആയിരക്കണക്കിന് പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡേറ്റ് പേപ്പർ ഇട്ട് കാണിച്ചു എഗ്രിമെൻറ്റിൻ്റെ. ദാറ്റ് ഈസ് ഇയാളുടെ ഒപ്പോണൻ്റായിട്ടുള്ള എതിരാളിയായിട്ടുള്ള വ്യക്തി ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡേറ്റിനെ വ്യത്യസ്തമായ ഡേറ്റ് ഉള്ളത് രേഖ വിജയകുമാരൊക്കെ ഉണ്ടെന്ന് വിജയകുമാരൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ CBI ഓഫീസർ ബാത്റൂമിൽ പോയ സമയത്ത് തൽക്ഷണ മെമ്മറി കൊടുത്തു പരിശുദ്ധാത്മാവ്. എന്നിട്ട് ഓപ്പൺ ദ ഫയൽ, ടേക്ക് ദ പേപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കറക്റ്റ് പേപ്പർ ഡേറ്റ് എഴുതി കറക്റ്റ് എഗ്രിമെൻ്റ് പേപ്പർ കൊടുത്ത്. അത് ഇയാളുടെ ഒപ്പോണൻ്റ് പറഞ്ഞ ഡേറ്റുമായിട്ട് വ്യത്യസ്തമായിരുന്നു. ഇത് ഇങ്ങനെ ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ വിജയകുമാർ പേപ്പർ പ്രസൻറ്റ് ചെയ്ത് കേസ് തള്ളിപ്പോയി. സെക്കൻഡുകളാണ്. ഇതിന് ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയും. ഇത് ഈശോയാണിത് നമ്മളെ ട്രേസ് ഔട്ട് ചെയ്ത് കാണിച്ചു തന്നത്. ഇങ്ങനെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന സംഭവം ഉണ്ടെന്ന് ഈശോ എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യമാണ്. വിദ്യാർത്ഥികളായാലും ബിസിനസ്സുകാർക്കായാലും ആർക്കായാലും ആവശ്യമുള്ളതാണ് ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്നോർത്ത് മുൻകൂട്ടി ആലോചിച്ചുറക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ആ സമയത്ത് നിങ്ങൾക്ക് അറിവ് നൽകാൻ കൈയിട്ടിച്ച് കർത്താവിനെ. ലൂക്ക 21:12 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 21:12. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും.
എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യം ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. Praise the Lord. Hallelujah. അതായത് യഥാർത്ഥ വചനം അതായത് നിങ്ങളായിരിക്കുകയില്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക. ആ സമയത്ത് അറിവ് നൽകുമെന്ന വചനം. ആ സമയത്ത് അറിവ് നൽകും. അതാണ് തൽക്ഷണ ഓർമ്മയെന്ന് പറയണത്, ഇമ്മീഡിയറ്റ് മെമ്മറി. അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും പറയും, ഉടമ്പടി എടുക്കുന്നവർ കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ്. അത് ഞാനൊരു മിനിമമായിട്ട് പറയണതാണ്. അതായത് പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവ് നിർവീര്യമാകാതിരിക്കാനും വേണ്ടി ഉടമ്പടിയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മൾ വിശുദ്ധി എല്ലാം കീപ്പിച്ചോണം. എന്തിനുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധി ഉടമ്പടിയുടെ ഭാഗമായിട്ടൊരു വിശുദ്ധി കീപ്പ് ചെയ്യണമെന്ന് പറയത്തില്ലേ? എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവ് നിർവീര്യമാകാതിരിക്കാൻ വേണ്ടിയാണ്. ആത്മാവ് നിർവീര്യമാകാതിരുന്നാൽ ആത്മാവ് അതുപോലെ തന്നെ വീര്യശക്തിയിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. എല്ലാത്തിനും സമാധാനമുണ്ട്. എടുത്തു ചാടി ഒന്നിനും മറുപടി പറഞ്ഞേക്കരുത്, ഒന്നിനും തീരുമാനം എടുക്കരുത്. വെയിറ്റ് എന്ന് പറയണം. എന്താ കാര്യം എന്നറിയാമോ? എന്തെല്ലാം സമയം ഇപ്പോൾ ജപ്തി നടപടിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അതിൽ കല്യാണത്തിന് നിശ്ചയിച്ച കല്യാണം പോയി, അല്ലെങ്കിൽ നടന്ന പ്രമാണത്തിന് എന്തോ കുഴപ്പമുണ്ടായി, അല്ലെങ്കിൽ പ്രമാണം കാണാതെ പോയി, ആവശ്യമായ പ്രമാണം കാണാതെ പോയി, ഇങ്ങനെ ഷോക്കടിക്കണ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എടുത്തു ചാടി നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എടുത്തു ചാടി റെസ്പോണ്ട് ചെയ്യരുത്, വെയിറ്റ് ചെയ്യണം. അമ്മമാതാവിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് വെയിറ്റ് ചെയ്യും, ഹൃദയത്തിൽ സംഗ്രഹിക്കും. എടുത്തു ചാടി മറുപടി പറയുമ്പോഴേ അതൊരു അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. കാര്യം എന്താണ്? നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് കക്ഷി, ദൈവം അല്ലെന്നാണ്. പിടിയിട്ടില്ലേ? നിങ്ങളൊരു വിഷയത്തിന് എടുത്തു ചാടി മറുപടി പറയുമ്പോഴേ, ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് വേറെ ആരുടെയെങ്കിലും സ്ത്രീകളുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങളെ കൂട്ടുകാർ നിങ്ങൾ വിളിച്ചു പറഞ്ഞു, അവിടെ നിങ്ങൾ വേർത്ത് ബോധം കേട്ട് വിഴുകി അയാൾക്ക് അടുത്തേക്ക് അറിയുകയും ചെയ്യേണ്ട. വെയിറ്റ് എന്നുവെച്ചാൽ ഇതിന് മറുപടി ഉണ്ടല്ലോ, മറുപടി ഇല്ലായിരിക്കത്തില്ലല്ലോ. ഇതിന് നിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മറുപടി ഉണ്ട്. അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നീ പിന്നെ ശാന്തമാകണം. പിന്നെ കലപില കണ്ടവനെല്ലാം പിടിച്ച് കൂട്ടിയിട്ട് ഭർത്താവ് നാറ്റിക്കാൻ പോകരുത്. മറിച്ച് പതുക്കെ നിൽക്കണം. പതുക്കെ നിന്നിട്ട് നിന്നെ കർത്താവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സംഭവത്തിലൂടെ ദൈവത്തെ കൂടുതൽ അറിയും, അഥവാ ഞാൻ ദൈവത്തെ കൂടുതൽ അറിയാം. എൻ്റെ മക്കളെ, ഒരു കാര്യം വ്യക്തമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വഴി ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്ന മണ്ടത്തരങ്ങൾ നിങ്ങൾ ബലിയാടായിപ്പോയി, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പണ്ടുള്ളവർ കാണിച്ച മണ്ടത്തരമാണെന്ന് നിങ്ങൾ പറയുക. പക്ഷേ അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇമ്മീഡിയറ്റ് മെമ്മറി വേണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന വഴി നടത്തുന്നതിൽ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവേണ്ടത്, വെദർ യു മാരീഡ് ഓർ നോട്ട്, ഓർ സിംഗിൾ ഓർ നോട്ട്, അതല്ല പ്രശ്നം. നിങ്ങൾക്കോ എനിക്കോ സിംഗിളാകാൻ പറ്റത്തില്ല. കാരണം നമ്മളെ സിംഗിളാക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ കം വിത്ത് യു അൺടു ദി ലാസ്റ്റ്, അൺടു ദി വേൾഡ്. അതിലെ അതായത് ഞാൻ നിൻ്റെ കൂടെ അന്ത്യം വരെ, അൺടു ദി എൻഡ് ഓഫ് ദി വേൾഡ്, അൺടു ദി എൻഡ് ഓഫ് ദി ടൈം ഐ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് വി ആർ നോട്ട് സിമ്പിൾ, വി ആർ നോട്ട് സിംഗിൾ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എപ്പോഴും അങ്ങയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും എന്തെങ്കിലും സംഭവിച്ചാൽ എടുത്തു ചാടി ഡെസ്പാവുകയോ സങ്കടപ്പെടുകയോ റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യാതെ എന്റെ കൂടെയുള്ള ആത്മാവിന്റെ സാന്നിധ്യം വിവേചിച്ചറിഞ്ഞ് ശാന്തമാവുക, ഞാൻ ദൈവമാണ് എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് അങ്ങയിൽ ജീവിക്കുവാൻ ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യട്ടെ. അപ്പോഴെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട സംഭവം, ഉടമ്പടി ജീവിക്കുന്നവരെ, സത്യസന്ധമായ ഉടമ്പടി ജീവിക്കുന്നവരെ, സത്യസന്ധമായ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ എപ്പോഴും ഓർക്കുക, യു ആർ നോട്ട് സിംഗിൾ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്താ കാര്യം? വാഗ്ദാന പ്രകാരം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെയുള്ള ദൈവത്തിനെയാണ് നമ്മളൊരു വിഷമ സമയത്ത്
അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞത് ഇമ്മീഡിയറ്റ് മെമ്മറി, തക്ക സമയത്ത് എപ്പോഴും നമുക്ക് എല്ലാ സമയവും, ചില സമയത്ത് തക്ക സമയം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആവശ്യമായ ഒരു സമയമില്ലേ, ആവശ്യമായ സമയത്ത് നമ്മൾ ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി ഉണ്ടാകുന്നത് ഈ ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കൂടെയുള്ള ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്, ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:19 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു 10 മടങ്ങ് ഷാർപ്പാണ് ഉടമ്പടിയിലൂടെ. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ബേസിക് ക്വാളിറ്റി എന്താണ്? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവൻ. നമ്മുടെ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ വരികയാണ്. അതാണ് നമ്മളെ സഞ്ചാരി മാതാവായിട്ടൊക്കെ ആൾക്കാർ അനുഭവിക്കുന്നതിൻ്റെ കാരണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം എന്ന് പറയണത്, ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ പെട്ടെന്ന് തീ പിടിക്കണ പോലെ, തീ പൊട്ടിത്തെറിക്കണ പോലെ ഒരു സ്വരം ഈ മനുഷ്യൻ കേൾക്കും. പിന്നെ ഇദ്ദേഹം കാണുന്നത് ഈ തീയിൽ മാതാവ് നിൽക്കുന്നതാണ്, കൃപാസന മാതാവ് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഇവിടെ വരുമ്പോൾ നമുക്ക് നോക്കുന്ന, നമ്മൾ ഉടമ്പടിയുടെ എന്തെല്ലാം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മനുഷ്യൻ ഇന്ന് ദൈവത്തെ അനുഭവിക്കണത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ വിഷയത്തിലേക്ക് ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അയാളെ നിർത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതാണ് ഇനി സർവൈവിങ് നടക്കത്തില്ലെന്ന്. ആ ഒരു കേസാണ്. അയാളാണ് ഉടമ്പടി എടുത്തിരിക്കണത്. ഉടമ്പടി എടുക്കുമ്പോൾ രാത്രി പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ സ്വപ്നത്തിൽ കാണുകയാണ് പൊട്ടിത്തെറിക്കുന്ന തീയിൽ മാതാവ് നിൽക്കുന്ന. മാതാവ് എന്നിട്ട് ഈ മനുഷ്യൻ്റെ മേൽ പുഞ്ചിരിക്കുന്നു. പിന്നീട് മാതാവ് നടന്ന് ഇയാളുടെ കിച്ചണിൽ പോയി നിൽക്കുന്നു. ഇങ്ങനെ ഇത് സ്വപ്നമാണ്. പക്ഷേ എന്താ സംഭവിക്കണത്? പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ ഇല്ല. അത് നമ്മളെ വളരെ ലേണഡ് ആയിട്ടുള്ള പുരുഷൻ. ഇപ്പം ചില ചേർത്ത് വലിയമ്മമാരൊക്കെ പറയുമ്പോൾ വികാരത്തിൻ്റെ അംശം കൂടുമെന്ന് പറയും. ഇത് നമ്മുടെ സാക്ഷ്യഘട്ട മനസ്സിലാവും, വികാരത്തിൻ്റെ ഒരു അംശമില്ല. ഹിസ് എ ലേണഡ് മാൻ. അയാൾ വളരെ കൃത്യതയോട് കൂടി എന്നോട് അയാൾ പറയും, എനിക്കിതിലൊന്നും അത് വിശ്വാസമില്ലായിരുന്നു. ഞാനിങ്ങനെ മാതാവിൻ്റെ ഭക്തനുമല്ലായിരുന്നു. ഞാൻ എൻ്റെ വൈഫായിരുന്നു മാതാവിൻ്റെ ഭക്തയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ക്ലേശം വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം അതില്ലാതെ അവസ്ഥ ഇതാണല്ലോ. ഇന്ന് കേരളത്തിലായാലും പുറത്തായാലും ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടിയില്ലേ. എന്താ കാര്യം? വേറെ ഓപ്ഷൻ ഇല്ല. കെനിയയിൽ നിന്ന് ഉഗാണ്ടയിൽ നിന്ന് നീഗ്രോസ് വരെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടും പോയി. അപ്പോൾ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്നിടത്തോളം ഇന്ന് നിലവിലുള്ള ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉടമ്പടി. ഇതാരും കണ്ടുപിടിച്ചതല്ല, ബൈബിൾ ഉള്ളതാണ്. ബൈബിൾ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഉടമ്പടി തന്നെയാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഇത് പോപ്പുലറൈസായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് 2015 പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ആൾക്കാർ 10,000 മനുഷ്യരുള്ള ആ പ്രാർത്ഥന ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാൻ ഇടയാകണമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി തന്നത്. അപ്പോഴതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം പ്രസൻസാണ്. പ്രസൻസ്. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഏറ്റവും വലിയ മനസ്സിലായത്, ഇപ്പോൾ ഉടമ്പടി മറ്റ് പ്രാർത്ഥനകൾ ഏറ്റവും ടോപ്പ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ പ്രസൻസ് ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പകരം അമ്മയുടെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം അമ്മയുടെ മധ്യസ്ഥതയിലല്ലേ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ അതിൻ്റെ മധ്യസ്ഥയാണെന്നുള്ളത് ഇരുട്ടിലും വെളിച്ചത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലുമെല്ലാം നിന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ അറിയിക്കുക മാത്രമല്ല, നിന്നെ സന്ധിച്ചുകൊണ്ടേയിരിക്കും. വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടാലും
കടക്കാർ നിങ്ങളെ കൈവിട്ടാലും, ബാങ്കുകാർ നിങ്ങളെ കൈവിട്ടാലും, സ്വന്തം മക്കളും ബന്ധുക്കൾ നിന്നെ കൈവിട്ടാലും കൈവിടാത്ത ചൈതന്യമായി അമ്മ നിന്റെ കൂടെ. ശ്രദ്ധിക്കട്ടെ.